എന്നെ ഒരാളെ മാത്രം സൈഡ് ലൈൻ ചെയ്യുന്നത് ശരിയല്ല. ആരാണ് അതിന്റെ പിന്നിലെ ആരാണ് എന്താണ് എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ അയോഗ്യത എന്താണ് പറഞ്ഞിട്ട് വേണം എന്നെ മാറ്റാൻ. സമാനമായ കേസുള്ള കോൺഗ്രസിന്റെ പട്ടികയിൽ സമാനമായ കേസുള്ള ആളുകൾ മത്സരിക്കുന്നുണ്ടല്ലോ. എന്താണ് ഒരു രാഷ്ട്രീയ തീരുമാനം? രാഷ്ട്രീയ തീരുമാനം എന്ന് പറയുന്നത് AICC ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. പ്രഖ്യാപിക്കുമ്പോൾ എൻ്റെ പേര് പ്രഖ്യാപിക്കും. എനിക്ക് അനുകൂലമായിട്ട് AICCന്ന് റിപ്പോർട്ടുണ്ട്, അത് കിട്ടും. എനിക്ക് രാഹുൽ ഗാന്ധിയിൽ ഏറെ പ്രതീക്ഷയുണ്ട്. ഞാൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ 20 സിറ്റിംഗ് MLA മാർക്ക് സീറ്റുണ്ടെന്ന് പറഞ്ഞതാണ്. ഞങ്ങൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനം മുന്നോട്ട് പോയതാണ്. ഞാൻ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 15,000 ഭവനങ്ങൾ സന്ദർശിച്ചു. ഗ്രാമയാത്ര രാവിലെ 4 മണി മുതൽ 11 മണി വരെ വെളുപ്പാങ്കാലത്ത് 117 ദിവസം കൊണ്ട് 15,000 വീടുകൾ സന്ദർശിച്ചു. പെരുമ്പാവൂരിലെ ജനങ്ങളുടെ പൾസ് മുഴുവൻ എനിക്ക് അനുകൂലമാണ്. എനിക്ക് 15,000-ന് മുകളിൽ വോട്ടിന് ജയിക്കാം. ആ സാഹചര്യത്തിലാണ് ഒരു അറിയിപ്പും ഇല്ലാതെ ചില സംഭവവാസങ്ങൾ നടക്കും. ഞാൻ ബഹുമാനപ്പെട്ട KC വേണുഗോപാലിനും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല, KPC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ്, ഇവരെ നേരിട്ട് കണ്ട് ഞാൻ പരാതി ബോധിപ്പിക്കുകയും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പെരുമ്പാവൂരിലെ 7 പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ, മുനിസിപ്പൽ ചെയർമാൻ്റെ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കാണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ എന്തിനാണ് എന്നെ മാറ്റുന്നത് എന്ന് എനിക്കറിയില്ല. ഒറ്റ ചോദ്യം, താങ്കളുടെ ജീവിതയാത്രയിൽ സംഭവിച്ച ഒരു തെറ്റ്, ഒരു പീഡന കേസ്, അതാണ് താങ്കൾക്ക് തടസ്സമാകുന്നതെന്ന് കരുതുന്നുണ്ടോ? ഒന്ന്, തെറ്റ് സംഭവിച്ചിട്ടില്ല. കേരളത്തിൽ സമാനമായ കേസുകൾ വന്നിട്ടുള്ള MLA-മാർ നിരവധി പേരുണ്ടായിട്ടുണ്ട്. ഈ ലിസ്റ്റിലുണ്ടല്ലോ. ജയിലിൽ കിടന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ PK ശശിയെ പോലെയുള്ള ആളുകൾ വന്ന് മത്സരിക്കുന്നുണ്ട്. എൻ്റെ കേസ് വന്ന് എനിക്ക് സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചു. കോടതി ഒന്ന് ഞെട്ടിപ്പോയി. അതായത് 50ഓളം കേസുകൾ, പരാതിക്കാരിയായിട്ടും എതിർകക്ഷിയുമായിട്ടും 50ഓളം കേസുള്ള ഒരാൾ എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചു. ആരോപണം ഞാൻ ഇടിച്ചെന്നായിരുന്നു ആരോപണം. പിന്നീടാണ് ബലാത്സംഗം, കൊലപാതകം ഒക്കെ കയറ്റിയെടുത്തത്. ഞാൻ ചെയ്യാത്ത കുറ്റമാണ് എന്നുള്ളത് കോടതിക്ക്, നിങ്ങൾ ആ കോടതിയുടെ ജഡ്ജ്മെൻ്റ് എടുത്ത് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു സാഹചര്യം വെച്ചിട്ട് ഇതിലെന്നെ അളക്കാൻ കഴിയത്തില്ല. കാരണം സമാനമായ കേസുകളുള്ള ആളുകളുണ്ടല്ലോ. എങ്കിൽ പിന്നെ അവരെല്ലാം മാറ്റേണ്ടി വരില്ലേ. എന്നെ മാത്രം സൈഡ് ലൈൻ ചെയ്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ തള്ളിക്കയറ്റാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ മാത്രമാണ്. താങ്കൾക്കെതിരായ ഈ പീഡന കേസ് യാതൊരു തരത്തിലും ബാധകമല്ല? യാതൊരു തരത്തിലും ബാധകമല്ല, ഒരു ബാധകമല്ല. അത് ഫേക്കായിട്ടുള്ള കേസാണ്, തട്ടിപ്പ് കേസാണ്. ഞാൻ കോടതിയിലുള്ള കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ ജനങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾ പെരുമ്പാവൂർ വഴി വോട്ടർമാരോട് ചോദിക്കൂ. ജനങ്ങളെ കാണും, പഞ്ചായത്ത് പ്രസിഡന്റുമാരെ കാണും, കോൺഗ്രസിന്റെ ഭാരവാഹികളെ കാണും, അവരോട് ചോദിക്കും. എന്താണ് ഈ ഒരു തടസ്സം? എന്താണ് ഇതിന് പിന്നിൽ? എന്താണ് തടസ്സം എന്ന് എനിക്കറിയില്ല. ഏറ്റവും അവസാനം എന്നെ പ്രഖ്യാപിച്ചാലും ഞാൻ നല്ല രീതിയിൽ ജയിക്കും. എനിക്ക് അതുകൊണ്ട് AICCയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, രാഹുൽ ഗാന്ധിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. എന്നെ ഒരാളെ മാത്രം സൈഡ് ലൈൻ ചെയ്യുന്നത് ശരിയല്ല. ആരാണ് അതിന്റെ പിന്നിലെ ആരാണ് എന്താണ് എന്നൊന്നും എനിക്കറിയില്ല. അത് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. അതിൽ എൻ്റെ കുറവ് എന്താണ്, എൻ്റെ അയോഗ്യത എന്താണ് പറഞ്ഞിട്ട് വേണം എന്നെ മാറ്റാൻ. പിന്നെ സമാനമായ കേസിലുള്ളവർ മത്സരരംഗത്തുണ്ട് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? അല്ല, അത് നിങ്ങൾ അന്വേഷിക്കും. സമാനമായ കേസുള്ള കോൺഗ്രസിൻ്റെ പട്ടികയിൽ സമാനമായ കേസുള്ള ആളുകൾ മത്സരിക്കുന്നുണ്ടല്ലോ. അത് തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്. കേസ് സമാനമായി വരുന്ന ആളുകൾ മത്സരിക്കുന്നുണ്ട്. അതുപോലെ കേസുള്ള ആളുകൾ വന്ന് മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ മണ്ഡലത്തിൽ മുഴുവൻ ആളുകൾക്ക് എന്നെ അറിയാം. എനിക്ക് ജയിക്കാൻ പറ്റും. നല്ല സാഹചര്യമാണ്. എന്നോട് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര നേതൃത്വം ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോട് ഇവിടുത്തെ KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഇവിടുത്തെ മുൻ പ്രതിപക്ഷ നേതാവും ഒക്കെ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് താങ്കൾക്ക് സീറ്റുണ്ട്, മത്സരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നതെന്നറിയാം. എന്തായാലും അവർ സത്യം അന്വേഷിക്കട്ടെ. ശരി, ഇപ്പോൾ സീറ്റില്ല, മനോജ് മുത്തേടൻ തന്നെയാണ് താങ്കൾക്കെതിരെ മത്സരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും താങ്കൾ ചെയ്യാൻ പോകുന്നത്? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത്തരൊരു സാഹചര്യത്തിൽ വന്നിട്ടില്ല. AICC പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അനുകൂലമായി വരും, അതിനുള്ള സാധ്യതയില്ല. ഓൾ ഇന്ത്യ കോൺഗ്രസ് നേതൃത്വം എന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അല്ല, ഇതിന്റെ പിന്നിൽ ഒരു കോൺസ്പിറസി ഉണ്ടെന്നാണോ പറയുന്നത്? ഇങ്ങനെ ഒരു അവസാനവട്ടം അട്ടിമറി ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടാകാം. അത് നമ്മൾ തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഉണ്ട്. അതുകൊണ്ട് എൻ്റെ മണ്ഡലത്തിലെ വോട്ടർമാർ എനിക്ക് അനുകൂലമായി നിൽക്കുന്നുണ്ട്. ഞാൻ മത്സരിക്കും, വലിയ രീതിയിൽ ജയിക്കും. പക്ഷേ ഈ കേസ് ഒരു പ്രശ്നമല്ലേ? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. എൽദോ ഒരു വളരെ യൂത്തായ ഒരു ഭാവിയുള്ള നേതാവാണ്. പക്ഷേ ഈ കേസ് എന്ന് പറയുന്നത് അവിടെ നിലനിൽക്കുകയാണ്. എൻ്റെ കേസ് ഒരു ഗൂഢാലോചന ഫലമാണ്. ചില ആളുകൾ കൂട്ടം കൂടി ഗൂഢാലോചന നടത്തി അത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളെ കണ്ടെത്തി കൊണ്ടുവിട്ട് കേസ് എടുത്ത് അതുമായി ബന്ധപ്പെട്ട് പണം കൊടുത്ത് അങ്ങനെ കൈകാര്യം ചെയ്ത് എൻ്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാനും കൂടി വന്ന കാര്യങ്ങളാണ്. കോടതിയിലിരിക്കുന്ന കാര്യം ആയതുകൊണ്ട് എനിക്കെല്ലാം പറയാൻ കഴിയില്ല. ഞാൻ അതിൽ നിരപരാധിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പൂർണ്ണമായും കോടതിയിൽ വിശ്വാസമുണ്ട്. നിങ്ങൾ അന്വേഷിക്കുക. ഈ സമീപ കാലഘട്ടങ്ങളിൽ ഒരു റേപ്പ് കേസ് അല്ലെങ്കിൽ കൊലപാതക കേസ് എന്ന് പറഞ്ഞ കേസിന് കോടതി ചെന്നപ്പോൾ അപ്പം തന്നെ ജാമ്യം തന്ന അവസ്ഥയുണ്ടോ? എനിക്ക് ചെന്ന അപ്പം തന്നെ മുൻകൂർ ജാമ്യം തന്നു. സെഷൻസ് കോടതി ഹൈക്കോടതി പോയി. അവിടെ നിന്ന് ഹൈക്കോടതി വ്യക്തമായി വിധിന്യായം പറഞ്ഞത് ഫേക്ക് കേസാണ്, തട്ടിപ്പാണ്, ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിധി
തരികയും ചെയ്ത ഒരു ആളാണ് ഞാൻ. പിന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട്. എനിക്ക് എൻ്റെ അടുത്ത് വരുന്ന ആളുകൾ തട്ടിപ്പാണെന്ന് വെട്ടിപ്പാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ നമ്മൾ എത്ര സൂക്ഷിച്ച് വണ്ടി ഓടിച്ചാലും വേറൊരു വണ്ടി വന്ന് നമ്മുടെ മേത്തേക്ക് കയറി നമുക്ക് അപകടങ്ങൾ സംഭവിക്കില്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫേക്ക് കേസാണ് എന്നുള്ളത് പത്രക്കാർക്കെല്ലാം നിങ്ങൾക്കെല്ലാം അന്വേഷിക്കാം. കോടതിയിൽ വിധിയെടുത്ത് നിങ്ങൾക്ക് വായിക്കാവുന്ന കാര്യമേ ഉള്ളൂ. എന്ത് സംഭവിച്ചാലും എൽദോസ് കുന്നപ്പള്ളി പെരുമ്പാവൂരിൽ മത്സരരംഗത്തുണ്ടാവും. തീർച്ചയായിട്ടും ഞാൻ മത്സരിക്കാനുള്ള എല്ലാ പച്ചക്കൊടിയും എൻ്റെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി കാണിക്കുമെന്നുള്ളതാണ് എൻ്റെ ഉത്തമമായ വിശ്വാസം. എൻ്റെ ചോദ്യം അതല്ല, എന്ത് സംഭവിച്ചാലും മത്സരരംഗത്തുണ്ട്. അല്ല, അതൊക്കെ പിന്നീട് പറയുന്ന കാര്യങ്ങളല്ലേ, എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് പറയാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി ഞാൻ മത്സരിക്കും, പാർട്ടി എനിക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാവും. ഇനിയിപ്പോൾ വല്ലോ ശക്തി പ്രകടനം അങ്ങനെ വല്ലോ? അതൊന്നും എനിക്കറിയില്ല. എനിക്ക് ആ കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ അങ്ങനെ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് വിശ്വാസം ഈശ്വരനിലും എൻ്റെ പാർട്ടിയിലുമാണ്.